ന്യൂസ് 16 കേരള. സൗദിയിൽ കനത്ത മഴ, 2 പേർ മരിച്ചു. സിവിൽ ഡിഫൻസ് സുരക്ഷാ മുന്നറിയിപ്പ് നൽകി. മക്കയിൽ ശക്തമായ കാറ്റിൽ ഭിത്തി തകർന്ന് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ഒരു വിശ്രമ കേന്ദ്രത്തിന്റെ ഭിത്തി തകർന്നാണ് 19ഉം 15ഉം വയസ്സ് പ്രായമുള്ള യുവാക്കൾ മരിച്ചത്. കനത്ത മഴയിൽ മദീനയിൽ റോഡുകൾ തകർന്ന് കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മദീനയിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ചില വിദ്യാലയങ്ങൾക്ക് അവധി നൽകിയിരുന്നു. സൗദിയുടെ പല ഭാഗത്തും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സൗദി സിവിൽ ഡിഫൻസ് സുരക്ഷാ മുന്നറിയിപ്പ് നൽകി. മക്ക, മദീന, ഗസീം, അസീർ, തബൂക്ക്, ജിസാൻ, നജ്റാൻ, അൽബഹ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ ആരംഭിച്ച മഴ തുടരുകയാണ്. മദീനയിലെ വിമാനത്താവളത്തിൽ 35.2 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. സൗദി അറേബ്യയിലെ 8 മേഖലകളിൽ കാര്യമായ മഴ ലഭിച്ചതായി സൗദി പരിസ്ഥിതി ജലകൃഷി മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. മദീന മേഖലയിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് 37.4 മില്ലിമീറ്ററാണെന്ന് ദേശീയ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. മക്ക, യലംലം, അംലീദ് എന്നിവിടങ്ങളിൽ 17.4 മില്ലിമീറ്ററും അല്ലീദ് ഡാമിൽ 8 മില്ലിമീറ്ററും ഗസീമിലെ ഉഖ്ലദ് അൽ സഖൂരിൽ 1.8 മില്ലിമീറ്റർ, അൽബഹയിലെ ബിൽഗസ്മറിലും അൽ മന്തകിലും 28.6 മില്ലിമീറ്ററും അളവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപകടകരമായേക്കാവുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ നീന്തുകയോ താഴ്വരകൾ മുറിച്ചു കടക്കുകയോ ചെയ്യരുതെന്ന് സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് ജനറൽ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പൗരന്മാരോടും പ്രവാസികളോടും സിവിൽ ഡിഫൻസ് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.